പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നമ്മുടെ സംസ്ഥാനത്ത് നീല, മഞ്ഞ, പിങ്ക് ഈ 3 നിറത്തിലുള്ള റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ നിങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമാകമാനം റേഷനാനുകൂല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റേഷനാനുകൂല്യം കിട്ടുന്നത് മഞ്ഞ, പിങ്ക്, അതുപോലെ തന്നെ സബ്സിഡി കാർഡായിട്ടുള്ള നീല കാർഡാണ്. ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു നീല കാർഡ് കൈവശം വയ്ക്കുന്നതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. സാധാരണ എല്ലാവരും മഞ്ഞ, പിങ്ക് കാർഡ് ഒഴിവാക്കിക്കൊണ്ട് പക്ഷേ നീല കാർഡ് എടുത്ത് കൈവശം വെക്കും. ഇത് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് ഉയർച്ചയുള്ള ആളുകളുമൊക്കെ ഈ ഒരു കാർഡ് കൈവശം വെക്കുന്നുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും ഈ ഒരു നീല കാർഡ് കൈവശം വയ്ക്കാൻ സാമ്പത്തികമായിട്ട് ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് സാധിക്കത്തില്ല. കാരണം ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടത്. കാരണം ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു 2 നില വീട് അല്ല 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 4 ചക്ര വാഹനങ്ങൾ, AC വെച്ചിട്ടുള്ള വീടുകൾ, അതുപോലെ തന്നെ വാർഷിക വരുമാനം ഉയർന്നു നിൽക്കുന്ന ആളുകൾ, ഇവർക്ക് ആർക്കും തന്നെ ഈ ഒരു നീല കാർഡ് കൈവശം വയ്ക്കാൻ അർഹതയില്ല. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊക്കെയുള്ള അടുത്ത മാസം മുതൽ തന്നെ, അതായത് മെയ് മാസത്തിൽ മുതൽ തന്നെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാകും. പ്രത്യേകിച്ച് പിങ്ക് അതുപോലെ തന്നെ നീല കാർഡുകൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധകമായി വരുന്നത്. മഞ്ഞ കാർഡ് ഉടമകൾ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഈ ഒരു ആനുകൂല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് മഞ്ഞ കാർഡാണ്. അവർക്ക് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ബാക്ക്വേർഡ് ലിസ്റ്റിലേക്ക് കിടക്കുന്ന ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം കൂടുതലായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് നല്ലതുമാണ്. അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുമ്പോൾ ഇത് അർഹതയില്ലാത്ത ആളുകളിലേക്ക് എത്താതിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിലുണ്ട്. പക്ഷേ ഇതിൽ നീല അതുപോലെ തന്നെ പിങ്ക് കാർഡിനാണ് ഏറ്റവും കൂടുതൽ ബാധ്യതകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു നീല കാർഡും പിങ്ക് കാർഡും അനധികൃതമായിട്ട് കൈവശം വയ്ക്കുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസ് വഴി ഈ നീല, പിങ്ക് കാർഡൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും അവിടെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുക. നമുക്കുള്ള മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. ഇത് വെച്ച് നമുക്ക് ഈ ഒരു നീല, പിങ്ക് കാർഡ് കൈവശം വയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അങ്ങനെ വെക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നീല, പിങ്ക് കാർഡ് കൈവശം വെക്കാം. ഇല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾ വെള്ള കാർഡിലേക്ക് മാറ്റം കിട്ടണം. അല്ലെങ്കിൽ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് അടുത്ത മാസം മുതൽ തന്നെ ഇത് ഉണ്ടാകും. കാരണം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം അടുത്ത 5 വർഷ കാലയളവിലേക്കുള്ള നടപടികൾ പുതിയ സർക്കാർ ഏത് അധികാരത്തിൽ വന്നാലും നടപടികൾ ഉണ്ടാകും. മാത്രമല്ല, വെള്ള കാർഡൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒരു കാർഡിന് അപേക്ഷ വെച്ചാൽ ഇപ്പോൾ കിട്ടുക ഏത് കാർഡിന് വെള്ളക്കാർഡ് കൈവശം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണേലും ഒരു കാർഡ് കയ്യിലുണ്ടെങ്കിൽ കാർഡിന് അപേക്ഷ വയ്ക്കുമ്പോൾ ആദ്യം കിട്ടുന്ന വെള്ളക്കാർഡായിരിക്കും. കാരണം അതിനുശേഷം അർഹതാ മാനദണ്ഡം അനുസരിച്ചായിരിക്കും വെള്ളക്കാർഡിൽ നിന്ന് മാറ്റങ്ങൾ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു മുൻഗണനാ കാർഡ് കൈവശം വെക്കുക. ഇല്ലെങ്കിൽ മറ്റുള്ള നിയമ നടപടികളിലേക്ക് പോയേക്കാം. മാത്രവുമല്ല, ഇനിയുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളക്കാർഡിന് കൂടുതലായിട്ട് മുൻഗണനാ ലിസ്റ്റിലേക്ക്, പിങ്ക് കാർഡിലേക്കൊക്കെ മാറ്റം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകളും വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.